ഡിപ്ലോമ എടുത്ത് ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു പണി. അതിന് മുമ്പേ ഡെലിവറി ബോയ് ആയിരുന്നു, പിന്നെ കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം വെറുതെ യൂട്യൂബില് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും കൊറോണന്റെ ഉള്ളിലായിരുന്നു, അപ്പൊ കുറെ ഓഡിയൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അന്നപ്പോ കൊറോണന്റെ സമയത്ത് ഞാൻ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കായിരുന്നു. അവിടെ ഗ്രൈൻഡിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ ആയിരുന്നു പണി. അപ്പൊ ആ പണിക്ക് ശേഷമാണ്, അതൊക്കെ കഴിഞ്ഞ് 6 മാസത്തെ ഇന്റേൺഷിപ്പിന് ശേഷം വീട്ടിൽ കുറച്ചൊരു ബ്രേക്ക്, ഒരു 1 മന്ത് ബ്രേക്ക് വന്നു. അപ്പൊ ഞാന് കോയമ്പത്തൂരോ ബാംഗ്ലൂരോ എവിടെയാ പോവാ, എന്തിന് പണിക്ക് പോകണം എന്നുള്ള ചിന്തയില് അന്നപ്പോ 1 മാസം വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഫോണൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്ത്. അപ്പോ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, 100 200 അങ്ങനെ റേഞ്ചിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ സ്റ്റോപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചിന്തയിലായിരുന്നു. അന്നപ്പോ ആ ടൈമില് കുറച്ചും കൂടെ നന്നാക്കി ചെയ്യാന്ന് പറഞ്ഞപ്പോ ഏട്ടനെ വിളിച്ച്, ഏട്ടനോട്, രാജേട്ടനാണ് ഏട്ടൻ, ഒരു അമ്മേന്റെ ചേച്ചിനെ മന. അപ്പൊ ആളിനെ വിളിച്ച് ചെയ്യുന്നുണ്ട്, എന്താ എന്റെ പ്ലാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ച ഏട്ടന്റെ ഡിസീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ, എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അന്നപ്പോ ഏട്ടന്റെ ക്യാമറ ഉണ്ടായിരുന്നു, നൈക്കൺ D3100 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ അതിലായിരുന്നു സ്റ്റാർട്ടിങ് ക്യാമറ എടുത്തിരുന്നത്. അപ്പൊ അതില് ചെയ്തു തുടങ്ങിയപ്പോ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാന്നുള്ളൊരു തോട്ട് വന്ന് അപ്പോ ചെയ്തു തുടങ്ങി. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ ഒരു 1K വരെ എത്തി, പക്ഷെ റവന്യൂ ഒന്നും ആയില്ല. അപ്പോ റവന്യൂ അല്ലാത്തോണ്ട് ഇനി ചെയ്യണോ അല്ലെങ്കിൽ പണിക്ക് പോകണോ എന്നുള്ള ചിന്തയിലായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ. അപ്പം പണിക്ക് പോവാന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്നും അമ്മേന്റെ സൈഡിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നു.